ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാലം. സാധാരണ കുട്ടികളുടെ ബാലചാപല്യങ്ങളൊന്നുമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു വയൽവാരത്തെ നാണു. ഒന്നിലും നാണുവിന് നിർബന്ധമുണ്ടായിരുന്നില്ല. എല്ലാവരോടും വളരെ പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന സ്വഭാവക്കാരനായിരുന്നു. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയുടെ മൂർത്തിയായി അവതരിച്ച നാണു ഒരു പ്രാണിയെപ്പോലും നോവിച്ചിരുന്നില്ല. മറ്റു കുട്ടികൾക്കൊന്നുമില്ലാത്ത ഈ സ്വഭാവ സവിശേഷതകൾ മാതാപിതാക്കളിലും അമ്മാവന്മാരിലും വലിയ ആശ്ചര്യത്തെ ഉളവാക്കിയിരുന്നു. നാണു എല്ലാ സംശയങ്ങളും ഇളയ അമ്മാവനായ കൃഷ്ണൻ വൈദ്യരോടായിരുന്നു ചോദിച്ചിരുന്നത്. നാണുവിൻ്റെ പല സംശയങ്ങൾക്കും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുവാൻ കൃഷ്ണൻ വൈദ്യർക്ക് പോലും പ്രയാസമായിരുന്നു. വയൽവാരത്തെ മുറ്റത്ത് ഒരു വലിയ നാട്ടുമാവുണ്ടായിരുന്നു. ഒരു ദിവസം അതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി കൃഷ്ണൻ വൈദ്യർ നാണുവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മാവിൽ നിന്നും ഒരു പഴുത്ത മാങ്ങ വീണു. വൈദ്യർ അതെടുത്ത് കഴുകി തുടച്ച് നന്നായി അമർത്തി അമർത്തി കുഴമ്പ് പോലാക്കി. എന്നിട്ട് അതിൻ്റെ തുമ്പത്തുള്ള തൊലി പൊട്ടിച്ച് നാണുവിന് കൊടുത്തു. സന്തോഷത്തോടെ നാണു അത് കുടിച്ചുകൊണ്ട് ചോദിച്ചു, "ഓ, നല്ല സ്വാദ്! ഇത്രയും നല്ല മാമ്പഴം തന്നതിന് ഈ മുത്തശ്ശിമാവിന് നമ്മൾ എന്താ പകരം കൊടുക്കുക?" കൃഷ്ണൻ വൈദ്യർ പറഞ്ഞു, "അതതിൻ്റെ ധർമ്മവും പ്രകൃതിയുടെ നിശ്ചയവുമാണ്. അത് വളരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും അതിനു വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അങ്ങനെ അതിൻ്റെ ഫലം നമുക്ക് നൽകുമ്പോഴാണ് ആ മാവിന് മോക്ഷമുണ്ടാകുന്നത്." ഇത് കേട്ട് നാണു ചോദിച്ചു, "അമ്മാവ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ നമ്മളും വളരേണ്ടത്?" കൃഷ്ണൻ വൈദ്യർക്ക് ഉത്തരം മുട്ടി. അദ്ദേഹം നാണുവിനെ തോളിലേറ്റി വാത്സല്യപൂർവ്വം തുരുതുരാ ഉമ്മ കൊടുത്തു. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, "എൻ്റെ നാണു ഈ ലോകർക്കായി ജനിച്ചവനാണ്.